കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് നീ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നിവർത്തിയുടെ സമയം എന്റെ ദൈവമേ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ആലയത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മാനപാത്രങ്ങളെ പോലും എല്ലാവർക്കും നല്ലൊരു പ്രഭാതം എന്നാണ് ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാണ് ഈ പകലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ അതിയെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഈ തുടർമാനമായി നടക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നതിൽ അറിയുന്നതിൽ അതിയായ സന്തോഷം. ഒട്ടനവധി കോളുകൾ, ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ, അതിലുപരി പ്രാർത്ഥനയുടെ മറുപടികൾ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സന്ദേശങ്ങളെല്ലാം അത് മുഖാന്തരം നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് റിസൾട്ടുകൾ മുഖാന്തരം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശം ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ദൈവഹിതം നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറേണ്ടതിന് വേണ്ടി ചില വ്യക്തികളെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ പോവുകയാണ്, എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക, സ്വീകരിക്കുക, തുടർമാനമായി ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനത്തിനെ ആഴ്ത്തുന്ന ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറാൻ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം 44:28 ഇങ്ങനെ വായിക്കുന്നു: ഹോരഷ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടുമെന്നും മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. എന്തർത്ഥവത്തായ പ്രവചന ശബ്ദമാണ്. അവിടെ പറയുന്നു, ഹോരഷ് എൻ്റെ ഇടയൻ. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം ബാബിലോണിയ അടിമത്വത്തിലേക്ക് പോകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവാചകനായ യെശയ്യാവിലൂടെ പ്രവചിക്കുന്ന പ്രവചന ഭാഗമാണ്. ഈ പ്രഭാതത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി വെളിപ്പെടുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അതിനുള്ള മറുപടിയെ കരുതിയിട്ടുണ്ട് കേട്ടോ. എത്ര പേർക്ക് അതാമേൻ പറഞ്ഞു സ്വീകരിക്കാൻ കഴിയും? നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, വേദനകൾ, ആകുലതകൾ, പ്രയാസങ്ങൾ ഇന്ന് നീ അനുഭവിക്കുന്നു, സത്യമാണ്. പക്ഷേ അതിനുള്ള മറുപടി എൻ്റെ ദൈവം നീ പോലും അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ദൈവം സുരക്ഷിതമായി കരുതിയിട്ടുണ്ട്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആശയത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ പ്രഭാതത്തിനകത്ത് ഒട്ടനവധി ആകുലതകളോടെ ഈ സന്ദേശം കേൾക്കുന്നവരെ കണ്ടേക്കാം. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഈ പ്രഭാതത്തിൽ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഈ ദൂത് കേൾക്കുന്നവർ കണ്ടേക്കും. ഏതൊക്കെ രാജ്യത്തിനകത്ത് എല്ലാ വാതിലുമാണ്, ഒരു ആശ്രയിക്കാൻ, സഹായം ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് സകലതും സ്റ്റക്കായി പോയ ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൻ്റെ ഒരു ദൂത് കൈമാറാം. പ്രിയരെ, നിന്റെ മേൽ ദൈവം തന്ന വാഗ്ദത്ത നിവർത്തി വെളിപ്പെടാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അർത്ഥം, നീ ഏതോ പ്രാർത്ഥനാ മുറിയിലിരുന്ന് കേട്ട ദൈവശബ്ദം, അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ വചനത്തിലൂടെ ദൈവം കൈമാറിയത്, ദർശനത്തിലൂടെ കൈമാറിയത്, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചത്, എന്തുമായിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് തരത്തിൽ നീ കേട്ട വാഗ്ദത്തമാണെങ്കിലും അത് നീ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് നീ കേൾക്കുന്നതിന് മുമ്പ് തന്നെ
അതിൻ്റെ നിവർത്തിയുടെ സമയം എൻ്റെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അർത്ഥം, നീ ഇന്ന് വരെ കേട്ട സകല വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച്, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് നീ കേട്ട സകല വാഗ്ദത്തങ്ങളും എൻ്റെ ദൈവം നിന്നോട് പറയുന്നതിന് മുമ്പ് അത് നിവർത്തി എന്നാകുമെന്ന്, അല്ലെങ്കിൽ ദൈവം അനുവദിച്ച സമയമെന്നാണെന്ന് ദൈവം കൃത്യമായി അത് എഴുതി വച്ചിട്ടുണ്ട്. ഈ പകൽക്കാലം ശ്രദ്ധിക്കണമേ, യെശയ്യാവാണ് ഈ പ്രവചന ശബ്ദം കൈമാറുന്നത്. ഹോരേശന്റെ ഇടയൻ, അവൻ ദൈവഹിതം നിവർത്തിക്കും. ദൈവഹിതം നിവർത്തിക്കും. യെരൂശലേം പണിയപ്പെടും. അർത്ഥം, യെരൂശലേം പണിയുക എന്നതാണ് ദൈവഹിതം. ഇത് പ്രവചിച്ചു പറഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ തൻ്റെ സൈന്യവും യെരൂശലേമിലേക്ക് പാഞ്ഞടിച്ചു കയറി വന്ന് യെരൂശലേമിൻ്റെ മതിലുകളും യെരൂശലേമിൻ്റെ ദേവാലയത്തെ ഒക്കെ തച്ചുടച്ച് ആലയത്തിനകത്തുള്ള പാത്രത്തെ പോലും, അല്ലെങ്കിൽ ആലയത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മാനപാത്രങ്ങളെ പോലും അടിമത്വത്തിലേക്ക്, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് നാടുകടത്തി. യെരൂശലേമിൽ പാർത്ത സകല യഹൂദന്മാരെയും ദൈവജനത്തെയും ബാബിലോണിൽ അടിമയാക്കി വച്ചു. ഈ അടിമയാക്കി വയ്ക്കുന്നത് യെശയ്യാവ് പ്രവചിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി വന്നത് യെശയ്യാവ് തൂതു പറഞ്ഞതിന് ശേഷമാണ്. അർത്ഥം, യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞ മറുപടി വെളിപ്പെടുന്നത് അവരുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വരുന്നതിന് മുമ്പ് ദൈവം മറുപടി ഒരുക്കിയിട്ടാണ് ദൈവം പ്രതിസന്ധി അയച്ചത്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ബാബിലോണിലേക്ക് അടിമകളായി പോയി, സത്യമാണ്. അവിടുത്തെ സാഹചര്യമൊക്കെ നമുക്ക് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ കൃത്യമായി കാണാൻ കഴിയും. നാം വചനം പഠിച്ചു കഴിഞ്ഞാൽ ബാബിലോണിയ പ്രവാസത്തെക്കുറിച്ച്, പ്രവാസ ജീവിതത്തെക്കുറിച്ച് യിരെമ്യാവും യെശയ്യാവും ഒക്കെ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ യെശയ്യാവ് പറഞ്ഞ പ്രവചന ഭാഗമാണ് നാം വായിച്ചത്. അതിൻ്റെ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ആ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള മടങ്ങി വരവാണ്. അതുപോലെ യിരെമ്യാവ് പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് ദാനിയേൽ യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 70 വർഷത്തെക്കുറിച്ചുള്ള ആ നിഗൂഢമായ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന വാക്തത്വ നിവർത്തിയുടെ സത്യത്തെ തിരിച്ചറിയുകയാണ്. ആ വാക്യം, അല്ലെങ്കിൽ ആ അധ്യായം ദാനിയേൽ വായിച്ച് ഗ്രഹിക്കുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിലേക്ക് ദൈവജനം പോയിട്ട് 69 വർഷമായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 69 വർഷമായി ജനം പ്രവാസ ജീവിതത്തിലേക്കാണ്, അടിമകളാണ്. ബാബിലോണിയ അടിമകളായി നെബൂഖദ്നേസറിന് വേണ്ടി പണിയെടുക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ദാനിയേലിന് ദൈവവചനത്തിൽ നിന്ന് ഒരു മർമ്മം ഗ്രഹിക്കാനിടയായത്. വേറൊന്നുമല്ല, 70 വർഷം കൊണ്ട് ഈ ബാബിലോണിയ പ്രവാസം തീരുമെന്ന്. അർത്ഥം ഇത്രയേ ഉള്ളൂ പ്രിയരെ, നിന്റെ ജീവിതത്തിനകത്ത് ചില ബ്രേക്കറ്റ് പീരീഡുകൾ വെച്ചിട്ടുണ്ട്. എന്നും കഷ്ടതയല്ല, എന്നും പോരാട്ടമല്ല, എന്നും നിന്ദയല്ല, എന്നും അപമാനമല്ല, എന്നും തകർച്ചയല്ല, എന്നും വേദനയല്ല, എന്നും കുറ്റപ്പെടുത്തലല്ല കേട്ടോ, എന്നും ഭയന്ന് പരവശയോടെ നാളെ എന്താകുമെന്ന് ഓർത്തു ജീവിക്കുന്ന ഒരു ജീവിതമല്ല ഈ ജീവിതങ്ങൾ. ഈ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന
ചില ദൈവഹിതങ്ങൾ നടത്തിപ്പിലേക്ക്, ദൈവഹിതത്തിൻ്റെ നിവർത്തീപഥത്തിലേക്ക് വരുന്ന ചില ദിവസങ്ങളെ ദൈവം കരുതിയിട്ടുണ്ട്. ആരെയൊക്കെ നോക്കി ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ ഒരു ദൂത് കൈമാറാം. വർഷങ്ങളായി അനുഭവിക്കുന്ന ചില വ്യതകൾക്ക്, വർഷങ്ങളായി അനുഭവിക്കുന്ന ചില വേദനകൾക്ക് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദൈവം നിന്റെ ജീവിതത്തിനകത്തൊരു മറുപുറം എഴുതുകയാണ്. ആമേൻ. ഒരു മറുപുറം നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എഴുതുകയാണ്. നോക്കിയ പ്രിയരെ, ദാനിയേൽ ഗ്രഹിക്കുകയാണ്, പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 69 വർഷമായി. പക്ഷേ ദൈവവചനം പറയുന്നു, ദൈവവചനത്തിനകത്ത് ഇരമ്യാവ് പ്രവചിക്കുകയാണ് 70 വർഷം കൊണ്ട് തീരും എന്ന് പറഞ്ഞാൽ 1 വർഷവും കൂടെയുള്ളൂ ബാബിലോണിയ പ്രവാസം തീരാൻ. ദാനിയേൽ ചോദിക്കുകയാണ്, ഇന്നും ഞങ്ങൾ അടിമയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ അടിമയാണ്. എൻ്റെ ദാനിയേലിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 17 വയസ്സൊക്കെ ആയ സമയത്തായിരുന്നിരിക്കാം ദാനിയേൽ. എന്ന് പറഞ്ഞാൽ യൗവനക്കാരനായി ബാബിലോണിലേക്ക് വന്നതാണ്. ഇന്ന് വാർദ്ധക്യമെത്താറായി, തലയൊക്കെ നരച്ചു തുടങ്ങി, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ദാനിയേൽ. ആ സമയം ദാനിയേൽ ഗ്രഹിക്കുകയാണ്, പ്രവാസ ജീവിതം 70 വർഷം കൊണ്ട് തീരും. ഇന്ന് 69 വർഷമായി. ഇനി ഒരേ ഒരു വർഷം കൊണ്ട് പ്രവാസ ജീവിതം തീരും. അങ്ങനെ ഗ്രഹിക്കുന്ന സമയത്ത് ഈ വാക്തത്വം നിവർത്തിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ അവനൊരു സ്റ്റെപ്പ് എടുത്തു. ഈ പ്രഭാതത്തിൽ അവൻ കേട്ട വാക്തത്വങ്ങളെ കുറിച്ച് ഒരു ഏങ്ങലോടുകൂടെ, ഒരു നെടുവീർപ്പോടുകൂടെ, അയ്യോ എൻ്റെ ജീവിതത്തിൽ നടന്നില്ലല്ലോ, ദൈവദാസൻ പറഞ്ഞതല്ലേ ഇന്ന വർഷത്തെ ഇന്ന സമയത്ത് നടക്കുമെന്ന്, ഇന്ന വ്യക്തി പറഞ്ഞതല്ലേ, ദൈവം സംസാരിച്ചതല്ലേ, ദൈവം എന്നോട് കൃത്യമായി ഡയറക്റ്റായി സംസാരിച്ചതല്ലേ എന്നൊക്കെ ചിന്തിച്ച് നെടുവീർപ്പിടാതെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ദാനിയേലും ചെയ്തതുപോലൊരു സ്റ്റെപ്പിൻ നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. പ്രിയരെ, ദാനിയേൽ എന്താ ചെയ്തത്? യെരൂശലേമിലെ ശൂന്യതകളിലേക്ക്, യെരൂശലേമിലേക്കുള്ള ശൂന്യതകളിലേക്ക് അവൻ കിളിവാതിൽ തുറന്നിട്ട് അവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, നീ ഇന്ന് കേട്ട വാക്തത്വം, അല്ലെങ്കിൽ നീ കേട്ട വാക്തത്വവും നീ കേട്ട വാക്തത്വവും നിന്റെ സാഹചര്യവുമായി ഒരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ കേട്ട ദൈവശബ്ദവും നിന്റെ ഇന്നത്തെ സാഹചര്യം തമ്മിൽ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരു സാധ്യതയും കാണില്ല നിറവേറാം, ഒരു സാധ്യതയും കാണില്ല അത് സംഭവിക്കാൻ. നീ പോലും മൂക്കത്ത് വിരൽ വെച്ചു പോകും. നിന്റെ ഇന്നത്തെ സാഹചര്യവും നീ കേട്ട ദൈവശബ്ദവും തമ്മിലുള്ള വൈരുദ്ധ്യം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, ദാനിയേൽ ആ വൈരുദ്ധ്യങ്ങളുടെ നടുവിലും, അല്ലെങ്കിൽ യെരൂശലേമിന്റെ ശൂന്യതകളുടെ നടുവിലും അവൻ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനം പറയുന്നു, ദൈവഹിതം നിവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. ഈ പകൽക്കാലം നീ കേട്ട പ്രവചനവും നിന്റെ സാഹചര്യം എത്ര വൈരുദ്ധ്യമാണെങ്കിലും നിനക്ക് ഒരു വഴിയും നിന്റെ വാക്തത്വ നിവർത്തി സംഭവിക്കാൻ കാണില്ലെങ്കിൽ, നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ സകലതും പരാജയമാണെങ്കിൽ, ഒരു വഴി പോലും നിന്റെ മുൻപിൽ തുറന്നതായില്ലെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, ദൈവം വാക്തത്വം പറഞ്ഞെങ്കിൽ നിന്റെ മുൻപിൽ സകല പ്ലാനുകളും ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ, നിനക്കറിയാത്ത 1000 വഴികളുണ്ട്, നിനക്കറിയാത്ത 1000 പ്ലാനുകൾ എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്റെ വാക്തത്വ നിവർത്തി സംഭവിക്കാൻ വേണ്ടി എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ പ്ലാനുകളും പദ്ധതികളും അവന്റെ കരത്തിൽ വ്യക്തികളും സുരക്ഷിതമാണ്. എത്ര പേർ തിരിച്ചറിയുന്നു എനിക്കറിയില്ല. പ്രിയരെ, ദാനിയേൽ അങ്ങനെ ദൈവാലയത്തിലെ ശൂന്യതയൊക്കെ കണ്ട്, യെരൂശലേമിന്റെ ശൂന്യത കണ്ട് നെടുവീർപ്പിടുമ്പോൾ, ഒരേ ഒരു വർഷം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു വർഷം. ദൈവവചനത്തിന്റെ പ്രവചനം സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിവർത്തിയാകാൻ ഇനി ഒരേ ഒരു വർഷമേ ഉള്ളൂ. അത് സംഭവിക്കണമെങ്കിൽ ദാനിയേൽ യെരൂശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ ആത്മാവിൽ പറയാം, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പ്രവചന ശബ്ദങ്ങൾ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വചനം എങ്ങനെ പഠിപ്പിക്കുന്നു? ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. അത് വൈകിയാലും വരും നിശ്ചയം. താഴോട്ടുള്ള വാക്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവമേ നിന്റെ വാക്തത്വത്തെ ഓർക്കണമേ. നാളുകൾ കഴിയും മുമ്പ്, ആണ്ടുകൾ കഴിയും മുമ്പ് ആ വാക്തത്വത്തെ ജീവിപ്പിക്കണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഹബക്കൂക്ക് ദൈവസന്നിധി കരയുകയാണ്. അതുപോലെ
ദാനിയേൽ ദൈവാലയത്തിലെ ശൂന്യതയ്ക്ക് കണ്ടിട്ട് യെരൂശലേം മുഴുവനും തകർന്നു കിടക്കുകയാണ്. ദേവാലയം മാത്രമല്ല, അവരുടെ പട്ടണങ്ങൾ തകർന്നു കിടക്കുന്നു, അവരുടെ ഗ്രാമങ്ങൾ തകർന്നു കിടക്കുന്നു, സകലതും തകർന്നു തരിപ്പണമായി. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവ് കരയുന്ന ഒത്തിരി പദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ശൂന്യത അനുഭവിക്കുന്ന യെരൂശലേമിലേക്ക് കിളിവാതിൽ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യെശയ്യാവ് പ്രവചിച്ച പ്രവചനം അവന്റെ മേൽ നിവർത്തിയായി. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നീ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്താൽ, നീ ദൈവകൃപയിലേക്ക് മടങ്ങി വരാൻ തീരുമാനമെടുത്താൽ, ദൈവശബ്ദത്തിന് കാതു കൊടുക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, നീ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് മടങ്ങി വരാൻ തുടങ്ങും. നീ പോലും അറിയാത്ത വ്യത്യസ്തമായ തലങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എന്താ പ്രിയരെ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്? യെശയ്യാവ് പ്രവചിച്ച രാവിലെ വായിച്ച ഇന്ന് പകൽക്കാലം വായിച്ച ആ വാക്യം അവന്റെ ജീവിതത്തിനകത്ത്, അവന്റെ മാത്രമല്ല ആ രാജ്യത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങി. വചനം പറയുന്നു, ഹോരശന്റെ ഇടയൻ ജാതീയ രാജാവിനെ ദൈവഹിതത്തിന് വേണ്ടി എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ പകൽക്കാലം ദൈവം നീ ചിന്തിക്കും, നിന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന്, നിന്റെ കൂട്ടുകാർ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന്. നീ പ്രിയം വെച്ച വ്യക്തികൾ നിന്റെ കൂടെ കാണുന്നു. ഒരു വ്യക്തിയും നിന്റെ കൂടെ കാണില്ല കേട്ടോ, ഒരു മനുഷ്യനും നിന്റെ കൂടെ കാണത്തില്ല. പക്ഷെ എന്റെ ദൈവമാണ് വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കൂടെ ഇല്ലെങ്കിലും എഴുന്നേൽപ്പിക്കേണ്ടവൻ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുക. ജാതീയ രാജാവിനെ എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വ്യക്തികൾ, നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ചില വ്യക്തികളെ എന്റെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് തലമുറകളുടെ ഭാവി സംബന്ധമായി കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ ദൂത് സ്വീകരിക്കണം. ചിന്തിക്കാൻ കഴിയാത്ത നല്ല അലയൻസുകൾ, നല്ല ബന്ധങ്ങളെ, നല്ല വ്യക്തികളെ ദൈവം നിന്റെ കൂടാരവുമായി കണക്ട് ചെയ്യുന്ന ഒരു പകലായി ഈ പകൽക്കാലം മാറും. വചനം പറയുന്നു, ദൈവഹിതം നിവർത്തിക്കേണ്ടതിന് ദൈവം ഹോരശിനെ ഇടയനാക്കിയെടുത്തു. ഒരു ജാതീയ രാജാവിനെ ദൈവഹിതം നിറവേറ്റാൻ, നിന്റെ കൂടാരത്തിനകത്ത് ദൈവം പറഞ്ഞ വാക്തത്വം, അതാണ് ദൈവഹിതം. നീ സ്വപ്നം കണ്ടതല്ല, നീ പറഞ്ഞതല്ല, നിന്റെ പ്ലാൻ അല്ല, നിന്റെ പദ്ധതിയല്ല, നീ പ്രാർത്ഥിച്ചതല്ല. ദൈവഹിതം, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവ സ്വപ്നം കണ്ടത്, ദൈവം ആഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ നിറവേറാൻ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും, ചില കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കും, ചില ദേശങ്ങൾക്കകത്ത് ചിലതിന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്തിനു വേണ്ടി? ദൈവഹിതം നിറവേറ്റാൻ. ആ പദം നിങ്ങൾ അടിവരയിടണം. ദൈവഹിതം നിറവേറണം. ദൈവഹിതം എന്തുവാ? യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം, ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം, ഇരമ്യാവിനെ സംബന്ധിച്ചിടത്തോളം യെരൂശലേമിൽ തകർന്നുപോയ ആലയം പണിയുക എന്നതാണ് ദൈവഹിതം. ദൈവഹിതം എന്തുവാ? 2026 നിന്നെ പണിയുക എന്നതാണ്. നിങ്ങൾ എന്റെ മന്ദിരമെന്നും എന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അർത്ഥം, we are the walking temple of God. ദൈവത്തിന്റെ സഞ്ചരിക്കുന്ന ആലയമാണ് നമ്മൾ. ദൈവത്തിന്റെ ആലയം പണിയുക എന്നതാണ് ദൈവഹിതം. എന്ന് പറഞ്ഞാൽ നമ്മെ പണിയുക എന്നതാണ് ദൈവഹിതം. നമ്മുടെ കുടുംബത്തെ പണിയുക എന്നതാണ് ദൈവഹിതം. പകൽക്കാലം വിശ്വസിക്കുക, ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും പണിയുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകും. വിശ്വസിക്കാമോ? നീ കേട്ട വാക്തത്വങ്ങൾ വെറുതെ അല്ല കേട്ടോ. കേട്ട വാക്തത്വങ്ങൾ നീ കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ചിലരെ കുറിച്ച്, ചില വ്യക്തികളെ കുറിച്ച് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ചില നന്മകൾ കരുതിയിട്ടുണ്ട്. ചില വാതിലുകൾ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ചില ദേശങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കാമോ? പകൽക്കാലം ഈ ദൂത് നിങ്ങളുടെ മേലെ അത് നിറവേറണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവദാസനെ ആ ദൂത് എൻ്റെ മേലൊന്ന് നിറവേറിയ കൊള്ളാമായിരുന്നെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗമേ, ഈ നിമിഷം ഏത് രാജ്യത്തിലിരുന്ന്, ഏത് പട്ടണത്തിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്നവരാണ് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ, ഈ നിമിഷം ഈ ദൂത് അവിടെ മേൽ നിറവേറട്ടെ. ചില അർഹതയില്ലാത്ത വ്യക്തികളെ എഴുന്നേൽപ്പിക്കണം. അർഹതയില്ലാത്ത കുടുംബങ്ങളെ നീ എഴുന്നേൽപ്പിക്കണം. അർഹതയില്ലാത്ത പട്ടണത്തിന്റെ വാതിലുകൾ, ദേശത്തിന്റെ വാതിലുകൾ, രാജ്യങ്ങളുടെ വാതിലുകൾ, കോണ്ടിനെന്റുകളുടെ വാതിലുകൾ അവിടെ മേൽ തുറന്നു വരട്ടെ. ചില വാക്തത്വ നിവർത്തികൾ, ദൈവഹിതം നിറവേറ്റുന്ന, ദൈവഹിതം നിറവേറുന്ന ചില വാക്തത്വ നിവർത്തികൾ അവിടെ മേൽ വെളിപ്പെടും. ദി നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ അവരെ അങ്ങനെ വചനമായി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ പ്രഭാതം ഞങ്ങൾ നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കത്തക്ക നിലവാരം, വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചറിയിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവർത്തി വിളിക്കും. എൻ്റെ ആത്മാവിൽ അങ്ങനെ കൽപ്പിച്ച് ബ്ലസ് ചെയ്യുക. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ.
ഞാൻ അങ്ങനെ ഈ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക, ഈ പകൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. എന്തിനു വേണ്ടി? ദൈവഹിതം നിറവേറട്ടെ. ദൈവഹിതത്തെ നിറവേറ്റേണ്ടത്. വിശ്വസിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് നിറവേറും. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ തലമുറയും അതങ്ങനെ നിറവേറും. ദൈവത്തോട് പറ, കർത്താവേ, പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിറവേറും. അതിനുവേണ്ടി ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര നമുക്ക് തിരിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി. നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒത്തിരി പേർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഒത്തിരി തിരക്കുകൾ കാരണം എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥന. ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി സാക്ഷ്യങ്ങൾ ഞങ്ങൾ വിളിച്ചറിയിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.